അയ്യോ തുറന്നു കിടക്കാണല്ലോ. അയ്യോ ഞാനല്ലേ പൂട്ടിയത്. നീ കള്ളന്മാരും വല്ലതും കയറി കാണൂ. ആരാ കിടക്കുന്നത്? നീ ഷീറ്റ് മാറ്റി. നിങ്ങൾ തുടരുത്. ആരെങ്കിലും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെങ്കിലോ? അയ്യോ ശ്വാസം ഉണ്ടോ നോക്കാം. നോക്കാം. അയ്യോ ഇത് ഐപിന്റെ കൂട്ടിലാണ്. അയ്യോ അയ്യോ ശ്വാസം ഉണ്ടോ നോക്ക്. നീ നോക്ക്. നീയല്ലേ അടുത്ത്. എന്നാ നീ നോക്ക്. നോക്കടാ. എന്റെ കുപ്പി ഇരിക്കല്ലേ. പിന്നെ ഇതാരോ നോക്കുന്നത്? അയ്യോ ആരാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അത് കൊള്ളാം. ഞങ്ങളുടെ മുറി കയറി കിടന്ന് ഉറങ്ങാൻ താനാരോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? ഇതിപ്പോ വാദി പ്രതിയായോ? താനെങ്ങനെ ഇതിനകത്ത് കയറി? കക്കം കയറിയതല്ലോടൂ. അനാവശ്യം പറയരുത്. വാടക കൊടുത്തിട്ട് അതിനകത്ത് കയറി കിടക്കുന്നത്. ഞങ്ങൾ വാടക എടുത്തിരിക്കുന്ന മുറി എങ്ങനെയാണ് തനിക്ക് വാടക കയറുന്നത്? അതൊക്കെ നിങ്ങൾ സ്വാമിയുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ മതി. ഓഹോ ഓഹോ പുകച്ച് പുറത്തി അടിക്കാനായിരിക്കും പട്ടരുടെ പരട്ട് ബുദ്ധി. ശരി, നമുക്ക് ഏതായാലും സ്വാമിയുടെ ചോദിക്കാം. അതെ. അല്ല എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കളവ് പോയാൽ തന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. അത് തന്നെയാ എനിക്കും പറയാൻ. നോക്കാം. ഏതായാലും കാത്തിരുന്നോ? പോലീസുകാർ ഇപ്പൊ ഒന്ന് നിന്നെ പൊക്കും. ഏതായാലും താഴോട്ട് പോവല്ലേ? എനിക്ക് 2 പരിപ്പോടെയും ചായയും പറഞ്ഞേക്ക്. സ്വാമി എന്റെ മുറി കയറി കിടക്കുന്ന ആരാ? പുരിയില്ലയാ പുതിയ വാടകക്കാരൻ. എന്നോട് ചോദിക്കാതെ എന്റെ മുറി തുറക്കാൻ ആരാ പറഞ്ഞത്? തന്റെ മുറിയോ? എന്റെ ലോഡ്ജിലെ മുറി തുറക്കാൻ എനിക്ക് തന്നെ അനുവാദം വേണോ? ഇയാൾ ഇത് എവിടുത്തെ പട്ടരാ? ഒരാൾക്ക് മുറി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ മുറി തുറക്കുന്നത് ശിക്ഷാർഹമാണ്. വകുപ്പ് ഏതാണെന്ന് അറിയാമോ? ഭവനവേതനം. 5 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും ഇതും പിടിച്ചോണ്ട്. ഞങ്ങളെ പുറത്ത് ചാടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന കുരുട്ടുബുദ്ധി ആയിരിക്കും അല്ലേ? എന്റെ മുറിയിൽ വെച്ചിട്ട് പോയ 2000 രൂപ കാണുന്നില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ചെയ്തോ, പോലീസ് വരട്ടെ. എന്റെ ലോഡ്ജിലെ മുറി വേറെ ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പോലീസിന്റെ അവകാശം. രൂപ കണ്ടില്ല എന്നുള്ള വേലയെല്ലാം അങ്ങ് കയ്യിലിരിക്കട്ടെ. അതെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആര് കേട്ടാലും സ്വാമിയുടെ ഭാഗത്താണ് ന്യായം. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് ഞണ്ണിക്കോ. ന്യായം പറയാൻ വന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. അവൻ പറഞ്ഞത് കേട്ടാ, എന്നോട് ഞണ്ണിക്കോളാൻ. മാഷേ ഒരു പഴം തിന്നണ. കേരടാ, നിങ്ങൾ ഇതെങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമപരമായി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യമില്ല. മുറിയിൽ മറ്റാരെയും താമസിപ്പിക്കില്ല എന്നുള്ളൊരു നീയും സ്വാമിയും തമ്മിൽ യാതൊരു എഗ്രിമെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും ഇഷ്ടമുള്ള ആരെയും കൊണ്ടും താമസിപ്പിക്കാം. സ്വാമിയുടെ ഉദ്ദേശം നമ്മളെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാന്നുള്ളതാണ്. നമ്മൾ അതിനപ്പുറം കാണണം. അവൻ നമ്മളോട് താമസിച്ചോട്ടെ. അല്ല, നമ്മൾ അവനെ മാക്സിമം ശല്യം ചെയ്ത് പുറത്ത് അടിക്കുന്നു. അതായത് പട്ടൽ ഇങ്ങോട്ട് വെച്ച പാരയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു പാര വയ്ക്കുന്നു. ഒരു പാരയ്ക്കൊരു മറുപടി. அந்த அயோக்கிய பசங்களை நன்னா ஏமாத்தியாச்சு. அந்த அனந்து இருக்கே ரொம்ப புத்திசாலி. போலீஸ்ல கம்ப்ளைண்ட் கொடுக்க போனவங்க பூன மாதிரி திரும்பி வந்துட்டாருங்க. இந்த பாருங்க, இது 2 நாளில எலியை அடிச்சு போடுற மாதிரி எல்லாத்தையும் தூக்கி வெளியில போட்டுருவான். அந்த முரளியும் பிரேமனும் தான் ரொம்ப பொல்லாதனுங்க. அந்த வக்கீல் இருக்கானே தொளா பேசுவான். இருந்தாலும் நல்லவன். கடவுளே, எல்லாம் நல்லபடியா நடந்தா சரி. நீ தைரியமா இருக்கா? அந்த அனந்த ரொம்ப கெட்டிக்காரன். அந்த பசங்க வேலை ஒன்னும் அவங்கிட்ட நடக்காது. നാളെ മുതല് പൊറോട്ട കൊണ്ടുവരുമ്പോ നല്ല ചൂടായിരിക്കണം. വാങ്ങിച്ചപ്പോ നല്ല ചൂടുണ്ടായിരുന്നു. ബീഫ് വാങ്ങിക്കാൻ പോയതുകൊണ്ടാ തണുത്ത് പോയത്. ഒന്ന് പതുക്കെ ചവയ്ക്കണം മിസ്റ്റർ. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. മിക്സി ഓൺ ചെയ്തവരെ കര 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 കരയെന്ന്. മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോ വായി നോക്കി ഇരിക്കാൻ പാടില്ല. വക്കീലായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ദോഷം പറയരുത്. നല്ല എരിവ് മതി. ബാക്കി ആരേട്ടം കഴിച്ചോ. പിന്നെ നാളെ പാല് കൊണ്ടുവരുമ്പോ അല്പം കൂടെ പഞ്ചസാര ഇട്ടുകൊണ്ട് വരണം. എനിക്ക് ഡയബറ്റീസിന്റെ അസുഖമൊന്നുമില്ല. മനസ്സിലായോ? തന്റെ കൂട്ടുകാരൊക്കെ എവിടെ? രാത്രി 10 മണി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ്. തോന്നുന്ന സമയത്തൊക്കെ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല. മനസ്സിലായോ? ഒന്ന് അലമ്പുണ്ടാക്കാതെ ഒന്ന് പോയെ. ഞങ്ങള് പോയിട്ട് സാറിന് ഒറ്റയ്ക്ക് നോക്കാനായിരിക്കും അല്ലേ? എന്താടാ സ്വാമിയുടെ മൂത്ത മോക്ക് നിന്നോടൊരു കടാക്ഷം? ചേട്ടത്തി അനിയത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചം. സാറിനിപ്പോ അതിലേതിനെയാണ് വേണ്ടത്?
തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ, ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നാളെ മുതൽ ഇവിടെ നിന്ന് സ്വാമിയുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഭീഷണിപ്പെടുത്തുക? ഒരൊറ്റ അടിക്ക് വട്ടോടിച്ച് 2 പീസായികളെ ഞാൻ. ആകപ്പാടെ 1.5 ഔൺസും വെച്ച് ഞെളിയുന്ന. ഔൺസ് കൊണ്ടൊന്നും കാര്യമില്ല, ചാകാൻ അരയടി വെള്ളമായാലും മതി. താൻ ആരുവാ? എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമൊന്നും വഴിയെ മനസ്സിലാക്കി തരാം. അവന്റെ ആ ഇരിപ്പ് കണ്ടില്ലേ, മരത്തിൽ ഓന്തിരിക്കുന്ന പോലെ. കുളിക്കാൻ വേണ്ടി വരുന്നൊന്നുമില്ല, പെണ്ണുങ്ങളുടെ കുളിക്കാനാ. ഈ നായരെന്താ എങ്ങനെ അനുഭവിച്ചു കൊടുക്കുന്നത്? എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നായരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അറിയില്ലേ, അനന്തം കുരിക്ക കളരിയാശാനാ. 18 അടവും പച്ചവെള്ളവാ. പോരാത്തിന് ചൂണ്ട് കർമ്മ അറിയാം. മതം പൊട്ടി വരുന്ന ആനയെ വരെ വിരൽ ചൂണ്ടി നിർത്തും. കടത്തനാടൻ കളിയിൽ അഭ്യാസം പഠിച്ചത്. അയ്യോ ചെന്നിലേക്ക് ദേഷ്യപ്പെടും, ഞാൻ പോട്ടെ. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? എനിക്കറിഞ്ഞു. നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് യവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. അയ്യോ അരുത്. എന്താ? ചൂണ്ട് മർമ്മം. ഓർമ്മിപ്പിച്ചത് നന്നായി. മാമി, മാമി. എന്താ നേരെ കടയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഹേയ് ഒന്നുമില്ല, കുരികൾക്ക് ഒരു സ്പെഷ്യൽ ഊണ് കൊടുക്കാൻ സ്വാമി പറഞ്ഞു. സ്വല്പം നെയ്യും പരിപ്പും കൂടി ആയിക്കോട്ടെ. അനന്തൻ ഇരിക്കൂ. നായരേട്ടൻ എന്നെ ഗുരുക്കൾ എന്ന് വിളിക്കണ്ട, അനന്താന്ന് വിളിച്ചാ മതി. ഹേയ് അത് പറ്റില്ല, അത്ര നിർബന്ധമാണെന്ന് വെച്ചാ അനന്തൻ കുട്ടിന്ന് വിളിച്ചോളാം. അതിന് സ്വല്പം വാത്സല്യം കൂടി ഉണ്ടല്ലോ. അനന്തൻ ഏത് ഗുരുക്കളുടെ കീഴിലാ കളരി പഠിച്ചത്? പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളാണ് എന്റെ ആശാൻ. ഓ, എന്നാ ഞാൻ ഊണെടുക്കട്ടെ. ഞാൻ കടയിലിട്ട് പോണം മാമി. ശരിടാ. പച്ചക്കറി കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. വൈകിട്ട് വരുമ്പോ നല്ല മീൻ ഇറച്ചി നല്ല വാറ്റി ഞാൻ കൊണ്ടുവരാം. അമ്മമാർ 2 എണ്ണം കുടിക്കാൻ നല്ല സ്പീഡായിരിക്കും. അകത്തോട്ടിരിക്കാം. മതി മതി. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരമില്ല. കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ? പിന്നെ ഗുരുക്കളെ, ഹോട്ടലിൽ പൊളിച്ചു പണിയണമെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്കുക. അതെങ്ങനെ അവരവിടുന്ന് മാറിയിട്ട് വേണ്ടേ? ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ ശല്യായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഗുരുക്കൾക്ക് ഈ കമ്പ് ചെണ്ടെല്ലാം തരുമില്ല. അയ്യോ, കമ്പിന്റെയും വടിയുടെ ഒന്നും ആവശ്യമില്ല മാമി. എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ഈ വിരല? ഈ ചൂണ്ട് വിരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി. അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല. നിജമാവാ? നിജമൊന്നും ഞാൻ പറയില്ല മാമി, സത്യം മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? പിന്നെ കളരിക്കാരനല്ല, കരാട്ടക്കാരനാണെങ്കിലും എനിക്ക് പേടിയില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും. ആ സ്വഭാവം തടി കേടാക്കോലോ പ്രേമചന്ദ്ര. വേണ്ട, വിട്ടേക്ക്. സാവിത്രിക്കൂട്ട് പൊക്കോളൂ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. താനാരെ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ദേ ഈ വിരല് കണ്ടോ? ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി. പിന്നെ നിന്നിടത്ത് നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ പറയണം, മനസ്സിലായോ? എന്താ പ്രശ്നം? കൂട്ടുകാരനെ എത്തിയല്ലോ. ഇനി വേറൊരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ വിളിക്ക്. എന്തിനാ? ദേ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ.
സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്. വെറുതെ എന്റെ കൈമേലക്കെടുത്തരുത്. സൗകര്യമില്ലെങ്കിൽ എന്താണ് ഗുരുക്കൾ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ, അതുകൊണ്ടാണ് എന്റെ തച്ചോളി തറവാട്ടിനെ കുറിച്ച് വിവരമില്ലാത്തത്. ഉദയനന്റെ സിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് എന്റെ സിരകളിലും ഒഴുകുന്നത്. ഞങ്ങൾക്ക് അംഗം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വങ്ക പണ്ട് ആനപ്പുറത്തിരുന്നു വെച്ച് ഇപ്പൊ തപ്പി നോക്കിയാ തഴമ്പ് കാണില്ലടോ പുങ്ക. തന്റെ കളരിയും കയ്യാങ്കളിയൊക്കെ അങ്ങ് കൈ വെച്ചാ മതി. നാടൻ അടിയുടെ ചൂടറിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുഴപ്പമാ. ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്ക് ഗുരുക്കളെ. മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ. ഇപ്പൊ ഈ കളരി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് നമ്മളൊന്ന് വരട്ടാനാണ്. ഇവന്റെ ഈ അഭ്യാസങ്ങളൊക്കെ കണ്ട് നമ്മൾ ഉടനെ പേടിച്ചിറങ്ങിപ്പോകുന്നാണ് ഈ മണൂക്കം പട്ടര വിചാരിച്ചിരിക്കുന്നത്. എടാ, അവന് ചൂണ്ടുപറമ്പൊക്കെ അറിയാമെന്നാ പറയുന്നത്. അവനാ വിരലെടുത്തൊന്ന് നീട്ടിയാലേ നമ്മൾ സ്റ്റാച്ചു ആയി പോവും. അങ്ങനെ മർമ്മൊന്നും ഇല്ലടാ, അതൊക്കെ വെറുതെ പറയുന്നതാ. അവന്റെ ആരോഗ്യം കണ്ടില്ലേ? നമ്മൾ ശരിക്കൊന്ന് തുമ്മിയ ആ കർക്കിടക്കുരി താഴെ വീഴും. കഴിയുന്നതും അവനോട് കൂടുതലൊന്നും ഉടക്കാൻ നിൽക്കണ്ട. ഈ കളരിയും മർമ്മവും പഠിച്ചവരെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്കിപ്പോ അതല്ല സംശയം. ആ കളരിക്ക് സ്വാമിയുടെ പെമ്മക്കളുമായിട്ട് വല്ല ലൈൻ ഉണ്ടോന്നാ? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. പെമ്പിള്ളേരല്ലടാ. തച്ചോളി ഉദയൻ നിന്നും വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞാല് ഏത് പെണ്ണും വീണു പോവും. ഏതായാലും ഇനി അവനെ വെച്ചോണ്ടിരിക്കുന്ന പ്രശ്നമില്ല. എത്രയും വേഗം അവൻ അവിടെ നിന്ന് പുറത്ത് ചാടിക്കണം. അവനെ പുറത്ത് കാണിക്കാൻ ഒരു വഴി എന്താ? നമുക്കൊരു കരാട്ടെ ക്ലാസ്സിൽ ചേരാം. പോടാ അവിടെ. അതല്ലാതെ വേറെ മാർഗം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. പഴഞ്ചൻ കട്ടില് ഹൈറ്റും ഇല്ല. സ്വാമിക്ക് ഏതോ അമ്പലത്തിലെ ഉത്സവത്തിന് ചീപ്പായിട്ട് കിട്ടിയതാ ഈ കട്ടില്. കുഴപ്പമില്ല. താനെന്ത് വൃത്തിയിലാണ് കാണിച്ചത്? ഞാനൊന്നും കാണിച്ചില്ലല്ലോ. ഒന്ന് ഉറങ്ങാമെന്ന് കരുതി. ഓഹോ, ഉറങ്ങുന്നത് എന്റെ ലാ ബുക്സിന്റെ പുറത്ത് കട്ടിലെടുത്ത് വെച്ചിട്ടാണോ? അതെ, കട്ടിലിന് തീരെ ഉയരം കുറവ്, അതുകൊണ്ട് എടുത്ത് വെച്ചതാ. ഇപ്പൊ കറക്റ്റായി. 4 പുസ്തകത്തിന് ഒരേ ഹൈറ്റ് ആയത് വളരെ ഭാഗ്യായി. താനെന്താ കളിക്കണോ? ഒരൊറ്റ അടി വെച്ചെന്നുണ്ട്. ഞാൻ എന്ത് വേണമെങ്കിലും സഹിക്കും, പക്ഷെ എന്റെ ബുക്കേ തൊട്ട് കളിച്ചാണ്ടല്ലോ. താൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ വക്കീലായത്? പിന്നെ എന്തിനാ കോപ്പി അടിക്കാനോ? നല്ല വെയിറ്റാ. വല്ല കടലാസ് കച്ചവടക്കാർക്കും കൊടുത്താ നല്ല വില കിട്ടും. ആ വില ഞാൻ തന്നാ പോരെ? നിങ്ങളോട് അധികം സംസാരിച്ചിട്ട് കാര്യമില്ല. തന്നെ ഇവിടെ കറ്റി കടത്തി ആ പരട്ട പട്ടര ഞാൻ ഒന്ന് കാണട്ടെ. പത്രമൊക്കെ പിന്നെ വായിക്കാം. ഇനി വന്നേ. എന്താ കാര്യം? ഇനി വന്ന ഒരു കാര്യം പറയട്ടെ സ്വാമി. എനിക്കിപ്പോൾ സമയമില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി. സ്വാമി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സ്വാമി, മറ്റുള്ളവരെ പോലെ അല്ല ഞാൻ. അങ്ങേയറ്റം മാന്യമായിട്ടാണ് സ്വാമിയുടെ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. താനൊരു മാന്യനായിരുന്നെങ്കിൽ എന്റെ അനുവാദം കൂടാതെ ഇവിടെ വന്ന് താമസിക്കുമായിരുന്നില്ലല്ലോ. നിയമം ഒന്നും സ്വാമി എന്നെ പഠിപ്പിക്കണ്ട. ആ കളരിക്കാരനെ കണ്ടിട്ട് സ്വാമി കിടന്ന ആളായിരുന്നു. സാറേ ഒന്ന് പതുക്കെ പറ. ആ ഗുരുക്കളെ കേട്ടാ പിന്നെ പ്രശ്നമാവും. കേൾക്കട്ടെ, കാശ് കൊടുത്താൽ ഞങ്ങൾക്കും ആളെ കിട്ടും. മാർക്കറ്റിലെ റൗഡികളെ കൊണ്ടുവന്ന് കളരിക്കിട്ട് 2 കൊടുത്താലുണ്ടല്ലോ, പിന്നെ ആക്രിക്കട പോലെ എടുക്കത്തില്ല. പേടിപ്പിക്കുന്ന സ്വാമി വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത്ര ബുദ്ധിമുട്ടി എന്തിനിവിടെ കഴിയുന്നു? ഇറങ്ങി പോണം. മറ്റുള്ള പുഴയിലെ കുളി പോയല്ല, പെരിയാറ്റിലെ കുളി. ദിവസം ഇവിടെ നിന്ന് കുളിച്ചാൽ നല്ല ആരോഗ്യമായിരിക്കും. അത് അപ്പുണ്ണി മാഷിന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം. ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്? അപ്പൊ മുമ്പ് ഇതിനേക്കാളും മോശമായിരുന്നോ? അങ്ങനെയല്ല, ഇപ്പൊ ഉടഞ്ഞു പോയതല്ലേ. പണ്ട് എങ്ങനെ ഇരുന്ന ശരീരമാണെന്ന് അറിയാവോ? സാവിത്രി കുട്ടി വരൂ വരൂ. ഇനി മുതൽ സാവിത്രി കുട്ടിക്ക് ഈ മണപ്പുറത്തുള്ള ഏത് കടവിലും ധൈര്യമായിട്ട് വന്ന് കുളിക്കാം. ഒരുത്തനും വന്ന് ശല്യമില്ല. ചില്ലറക്കാരനെയാണോ ആ പുണ്യമാഷ് പോയി കൊണ്ടുവന്നിരിക്കുന്നത്? കണ്ടില്ലേ ആ ശരീര ഒഴിവ്? മെയ്വഴക്കമാണെങ്കിൽ പറയേം വേണ്ട. എത്ര പേര് വന്നാലും തലങ്ങും ബലങ്ങും നടിച്ച് താഴ്ത്തിടും. കളരിക്കാർക്കല്ലാതെ ഇത് വേറെ ആർക്കെങ്കിലും പറ്റുമോ? പോരാത്തതിന് തച്ചോളി ഓതന്റെ കുടുംബത്തിലെ ഒടുക്കത്തെ കണ്ണി
ഇത് പോയാൽ കഴിഞ്ഞു. എന്റെ അമ്മേ. അയ്യോ എന്റെ കണ്ണിയറ്റ്. കുട്ടി പോയി കുളിച്ചോളൂ. വ്യായാമം ചെയ്ത് കുളി കഴിയുന്നവരെ അനന്തം കുരുക്കൾ ആരോടും അധികം സംസാരിക്കാറില്ല. അതിലാ പോയിക്കോളൂ പോയിക്കോളൂ. അതെ അനന്തൻകുട്ടി, എനിക്കും കളരി അഭ്യസിച്ചാൽ കൊള്ളാന്നൊരു ചെറിയ മോഹമുണ്ട്. ഈ പ്രായത്തിൽ കളരി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് മാഷെ. കൈകാലുകൾക്കൊക്കെ നല്ല ബലം വേണം. അതൊന്നും സാരമില്ലെന്നേ. 1-2 മുറകൾ എനിക്ക് കാണിച്ചതാ. ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ. എങ്കിൽ ചെയ്യാമോ? ചെയ്യാം. സൂര്യ നമസ്കാരാവാം അല്ലേ? ആവാം. റെഡി, നോക്കിക്കോ. സ്വാമി സ്വാമി. എന്ത് പറ്റി മാഷെ? മാഷെ എന്ത് പറ്റി മാഷെ? അതെ, ഇത് കുറച്ച് എളുപ്പമുള്ളതാ. ഇത് ഞാൻ വീട്ടിൽ പോയി ചെയ്തോളാം. ഇച്ചിരി കൂടി ബുദ്ധിമുട്ടുള്ളൂ പറഞ്ഞാ. അത് ശരി. എന്നാൽ ശയന പ്രദക്ഷിണാവാം. കിടന്നോളൂ, ഓ, കിടന്നോളൂ. അല്ല, ഇത് നമ്മുടെ ആ കാര്യം. അനുഗ്രഹമൊക്കെ ഉണ്ട്. ആ മതി മതി മതി, കിടന്നോളൂ. ഭഗവാനെ അയ്യപ്പ ശരണം. മലർന്ന് മലർന്ന് കണ്ണെടുത്തോളൂ. വലത്തോട്ടുള്ളൂ, വലത്തോട്ട്. ആ സ്പീഡില് സ്പീഡില് സ്പീഡില്. ആ എന്നിട്ട്